ജാതിയും മതവും നോക്കിയുള്ള പരിപാടി പറ്റില്ല. കൺവർ യാത്രയിൽ ഇടഞ്ഞ് LJPയും JDUവുമൊക്കെ ആർക്ക് പിന്തുണയ്ക്കാനാവും അത്തരമൊരു നടപടിയെ, അത്തരമൊരു നിലപാടിന്? ഏതായാലും മുന്നണിയിൽ കല്ലുകടി ഒരു പൊടിക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇത്തവണത്തെ ഇലക്ഷനിൽ ഉത്തർപ്രദേശിലാണല്ലോ കിടങ്ങു കുഴിച്ച് അതിൽ വീണുപോയത്. ഏതായാലും കാവടി യാത്ര നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കേട്ടിട്ടുള്ളതാണല്ലോ. കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതുമാണ്. ആ യാത്രക്കിടയിൽ വഴിയോരങ്ങളിലുള്ള കടകളിൽ പേരും ജാതിയും പറഞ്ഞ് ബോർഡ് വെക്കണം എന്നാവശ്യപ്പെട്ടതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല, സമാജ്വാദി പാർട്ടി മാത്രമല്ല, BJPയെ പിന്തുണയ്ക്കുന്ന പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ നിതീഷ് കുമാറിൻ്റെ JDU ആദ്യമേ പറഞ്ഞു ഇത് മര്യാദകേടാണ്, ഇങ്ങനെ പാടില്ല, ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇങ്ങനെ വിഭജിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ കുശ്വാഹയുടെ പാർട്ടി RLD കുശ്വാഹയും രംഗത്ത് വന്നു. അതിയാൻ അവിടെ കേന്ദ്രമന്ത്രിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ ഒപ്പം നിൽക്കുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കെമിസ്ട്രി എങ്ങനെയായി തീരും എന്നുള്ളതിൻ്റെ ആശങ്ക അവിടെയുണ്ട്. ഇപ്പം മൂന്നാമതായി വന്നിരിക്കുന്നത് LJP ആണ്. നമ്മുടെ ചിരാഗ് പാസ്വാൻ, രാംവിലാസ് പാസ്വാൻ്റെ മകൻ, അദ്ദേഹവും കേന്ദ്രത്തിൽ മന്ത്രിയാണെങ്കിലും അദ്ദേഹവും പറഞ്ഞു ഇത് ശരിയായ പോക്കല്ല എന്ന്. ഇവരൊക്കെ പറയാൻ കാര്യം എന്തെന്നറിയോ? ഇവരൊക്കെ ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഇവർക്കൊക്കെ പിന്തുണ നൽകിയതാണ്. പിന്നോക്കക്കാരുടെ പിന്തുണ ചിരാഗ് പാസ്വാൻ അടക്കം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ടോടുകൂടി UPയിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഏത് കരുത്തനെയും ഏത് തട്ടകത്തിലും ജനങ്ങൾ അട്ടിമറിക്കുമെന്ന്. അതുകൊണ്ടാണല്ലോ വാരണാസിയിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ ഭൂരിപക്ഷം കുത്തനെ താഴേക്ക് പോരുന്നത്, ഫൈസാബാദ് തകർന്നു പോയത്, വീണുപോയത്. എന്നുവെച്ചാൽ ഒരു മണ്ഡലങ്ങളും ഒരു സ്ഥാനാർത്ഥിയും ഒരു പാർട്ടിയും അങ്ങനെ കുത്തകാവകാശം എങ്ങും പേറണ്ട എന്നാണ് ഉത്തർപ്രദേശിലെ സാധാരണക്കാരായ വോട്ടർമാർ വിധിയെഴുതിയത്. ആ വിധിയെഴുത്തിൻ്റെ അർത്ഥം, ആശയം മനസ്സിലാക്കുന്നു ഇവരെന്നൊക്കെയുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാലും BJPയിലെ ചിലരാരും അത് ഉൾക്കൊള്ളുന്നില്ല. അത് എന്ത് ലക്ഷ്യത്തിലാണെന്നുള്ളത് അറിയണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം.